ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. ബിസിനസ് റെഗുലേഷൻസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ മീൻസ് സ്ട്രേഞ്ചർ ടു എ കൺസിഡറേഷൻ. നമ്മൾ പറഞ്ഞു, ഒരു കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി അറ്റ് ദ ഡിസയർ ഓഫ് പ്രോമിസർ ആൻഡ് ഇറ്റ് മേ മൂവ് ഫ്രം പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ എന്നുള്ള റൂൾസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ അവിടെ പറയുന്നത് പ്രോമിസറിൻ്റെ റിക്വസ്റ്റ് പ്രകാരം തന്നെ ആകണം കൺസിഡറേഷൻ മൂവ് ചെയ്യുന്നത്. ദെൻ അത് ആർക്കും കൊടുക്കാം, പ്രോമിസിക്കും കൊടുക്കാം, തേർഡ് പാർട്ടിക്കും കൊടുക്കാം എന്ന് പറഞ്ഞു. സോ അങ്ങനെ ഒരു പ്രോമിസി അല്ലാതെ ഒരു തേർഡ് പേഴ്സൺ ആണ് കൺസിഡറേഷൻ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രേഞ്ചർ ടു എ കൺസിഡറേഷൻ ഓർ എസ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇറ്റ് മീൻസ് സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ ഓർ കൺസിഡറേഷൻ ഗിവൺ ബൈ എനി അതർ പേഴ്സൺ ദാൻ പ്രോമിസി. ആക്ച്വലി പ്രോമിസി ആണ് കൺസിഡറേഷൻ കൊടുക്കാറുള്ളത്. ഇനി പ്രോമിസി അല്ലാതെ വേറൊരാളാണ് കൺസിഡറേഷൻ കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. Under English law, a stranger to consideration can't sue and the consideration must move from the promisee. ഇംഗ്ലീഷ് ലോ പ്രകാരം കൺസിഡറേഷൻ പ്രോമിസി തന്നെ കൊടുക്കണം എന്നുള്ള നിർബന്ധമുണ്ട്. സോ അവിടെ ഒരു സ്ട്രേഞ്ചറിന് കൺസിഡറേഷൻ സ്യൂ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ബട്ട് അണ്ടർ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്, കൺസിഡറേഷൻ മെയ്ഡ് ബൈ ദ സ്ട്രേഞ്ചർ ഈസ് ലോഫുൾ ആൻഡ് എൻഫോഴ്സബിൾ. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം മൂന്നാമതൊരാൾ കൊടുത്ത കൺസിഡറേഷൻ വാലിഡ് ആണ്, എൻഫോഴ്സബിൾ ആണ് എന്നാണ് പറയുന്നത്. സോ പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ, കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് അല്ലാതെ ഒരു തേർഡ് പാർട്ടി കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള മറ്റൊരു ടേമാണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ്. പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ പറഞ്ഞ പോലെ തന്നെ കോൺട്രാക്റ്റിൽ ഒരു സ്ട്രേഞ്ചർ പാർട്ടി സ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. So the term privity of contract means stranger to a contract. As per the doctrine of privity of contract, a person who is not a party to the contract cannot sue for carrying out the promise made by the parties to the contract. Then privity of contract പറയുന്നത് എന്താണ്? കോൺട്രാക്റ്റിലുള്ള പാർട്ടീസ് അവരെയാണ് കോൺട്രാക്റ്റിംഗ് പാർട്ടീസ്. സോ കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് അല്ലാത്ത മൂന്നാമതൊരാൾക്ക് കോൺട്രാക്റ്റിലുള്ള പ്രോമിസ് ക്യാരി ഔട്ട് ചെയ്യാൻ, ദാറ്റ് മീൻസ് അത് നടത്താൻ, സ്യൂ ചെയ്യാൻ, എൻഫോഴ്സ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. സോ മിസ്റ്റർ എയും മിസ്റ്റർ ബിയും ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു വിചാരിക്കാം. സോ എയും ബിയും ചെയ്യേണ്ട കാര്യത്തിന് അവർ പെർഫോം ചെയ്യേണ്ട ഒബ്ലിഗേഷൻസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മൂന്നാമതൊരാൾക്ക് മിസ്റ്റർ സി ആകട്ടെ അവർക്കതിൽ ഇടപെടാൻ കഴിയില്ല. അതാണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റിൽ പറയുന്നത്. പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ ഇന്ത്യൻ ലോ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് ഇന്ത്യൻ ലോ അംഗീകരിച്ചിട്ടില്ല. സോ ആസ് പെർ ദ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് അലൗഡ് അല്ല എന്നുള്ള മനസ്സിലാക്കുക. അതേസമയം പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ ഇന്ത്യൻ കോൺട്രാക്റ്റ് അനുവദിച്ചിട്ടുണ്ട്, പക്ഷേ ഇംഗ്ലീഷ് ലോയിൽ അതും അനുവദിച്ചിട്ടില്ല. ദെൻ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് കേസാണ് ഡ്യൂൺലോപ്പ് ന്യൂമാറ്റിക് ടയർ കമ്പനി ലിമിറ്റഡ് വേഴ്സസ് സെൽഫ്രിഡ്ജ് ആൻഡ് കമ്പനി. സോ ആ കേസ് എന്താണെന്ന് നോക്കാം. എസ് ബോട്ട് ടയേഴ്സ് ഫ്രം ദ ഡ്യൂൺലോപ്പ് റബ്ബർ കമ്പനി ആൻഡ് സോൾഡ് ദം ടു ഡി, എ സബ് ഡീലർ ഹു അഗ്രീഡ് വിത്ത് എസ് നോട്ട് ടു സെൽ ബിലോ ഡ്യൂൺലോപ്സ് ലിസ്റ്റ് പ്രൈസ് ആൻഡ് ടു പേ ഡ്യൂൺലോപ്പ് £5 ആസ് ഡാമേജസ് ഓൺ എവറി ടയർ അണ്ടർ സോൾഡ്. D sold 2 tires at less than the list price and thereupon Dunlop sued him for breach. Held that Dunlop can't maintain the suit as it was a stranger to the contract. അപ്പോൾ ഇവിടെ പറയുന്നത് ഡ്യൂൺലോപ്പ് ന്യൂമാറ്റിക് ടയർ കമ്പനി ലിമിറ്റഡ് ടയേഴ്സ് വിറ്റു സെൽഫ്രിഡ്ജ് ആൻഡ് കമ്പനിക്ക്. ദെൻ സെൽഫ്രിഡ്ജ് ആൻഡ് കമ്പനി ടയേഴ്സ് മാറ്റി വിൽക്കുകയാണ് ആർക്ക്? അവിടെ സബ് ഡീലറായിട്ടുള്ള ഡിക്ക്. ദെൻ സബ് ഡീലർ ഡിക്ക് വിൽക്കുമ്പോൾ സെൽഫ്രിഡ്ജ് ആൻഡ് കമ്പനി പറയുന്നുണ്ട് ഡ്യൂൺലോപ്പ് ന്യൂമാറ്റിക് ടയർ കമ്പനിയുടെ ലിസ്റ്റ് പ്രൈസിന്
താഴെയുള്ള പ്രൈസിന് ആർക്കും ടയർ വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറഞ്ഞ റേറ്റ്, ദാറ്റ് മീൻസ് ലിസ്റ്റ് പ്രൈസിന് താഴെ വിൽക്കുകയാണെങ്കിൽ £5 ഡ്യൂൺലോപ്പ് കമ്പനിക്ക് ഇവർ കൊടുക്കേണ്ടി വരും എന്നുള്ളത് പറയണം. സോ അവിടെ അഗ്രിമെൻ്റ് എൻ്റർ ചെയ്യുന്നത് ആരൊക്കെയാണ്? സെൽഫ്രിഡ്ജ് കമ്പനിയും അവരുടെ ഡീലറായിട്ടുള്ള ഡിയുമാണ്. ദെൻ ഈ സബ് ഡീലേഴ്സ് ഡി എന്ത് ചെയ്തു? ടയർ അഗ്രിമെൻറ്റിന് വിരുദ്ധമായിട്ട് ലിസ്റ്റ് പ്രൈസിന് താഴെ വിറ്റു. ഇതറിഞ്ഞ ഡ്യൂൺലോപ്പ് ന്യൂമാറ്റിക് ടയർ കമ്പനി കേസ് കൊടുത്തു, ഇവർ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ വിധി വന്നത് എന്താണെന്ന് വെച്ചാൽ ഡ്യൂൺലോപ്പിന് ഒരിക്കലും സ്യൂ ചെയ്യാൻ കഴിയില്ല. കാരണം കോൺട്രാക്റ്റ് ആരൊക്കെ തമ്മിലാണ്? സെൽഫ്രിഡ്ജ് കമ്പനിയും അവരുടെ ഡീലറായുള്ള ഡിയും തമ്മിലുള്ള കോൺട്രാക്റ്റാണ്. സോ അവിടെ ഡി ബ്രീച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും, ദാറ്റ് മീൻസ് കോൺട്രാക്റ്റ് ലംഘിച്ചിട്ടുണ്ടെങ്കിലും ഈ ഡ്യൂൺലോപ്പ് ന്യൂമാറ്റിക് ടയർ കമ്പനി അവിടെ ഒരു പാർട്ടിയല്ല. അതുകൊണ്ട് അവർക്ക് ആ കോൺട്രാക്റ്റിൽ സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല, ബീയിങ് എ സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് എന്നുള്ളതാണ് വിധി വന്നത്. സോ സെൽഫ്രിഡ്ജ് കമ്പനിയും ഡിയും തമ്മിലുള്ള കോൺട്രാക്റ്റിൽ മൂന്നാമതൊരു പാർട്ടി ഡ്യൂൺലോപ്പ് ന്യൂമാറ്റിക് ടയർ കമ്പനി ലിമിറ്റഡിന് സ്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. അതാണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് അല്ലാതെ മൂന്നാമതൊരാൾക്ക് അല്ലെങ്കിൽ പുറത്തു നിന്ന് വേറൊരാൾക്ക് കോൺട്രാക്റ്റ് സ്യൂ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, എക്സെപ്ഷൻ ടു ദി റൂൾ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ്. പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ള റൂളിന് എന്നാൽ കൂടി കുറച്ച് എക്സെപ്ഷൻസ് വരുന്നുണ്ട്. നോർമലി മൂന്നാമതൊരാൾക്ക് കോൺട്രാക്റ്റ് സ്യൂ ചെയ്യാൻ കഴിയില്ല, പക്ഷേ ചില കേസുകൾ അത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം കേസുകളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ഇൻ കേസ് ഓഫ് ട്രസ്റ്റ്. നമുക്കറിയാം ട്രസ്റ്റ് ഫോം ചെയ്യുന്നത് മറ്റുള്ള പാർട്ടീസിൻ്റെ ബെനഫിറ്റിന് വേണ്ടിയിട്ടാണ്. സോ അത്തരം കേസുകളിൽ അവിടെയുള്ള ബെനഫിഷ്യറീസിന് സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ ട്രസ്റ്റ് നടത്തുന്ന അഗ്രിമെൻറ്റിൽ ഈവൻ ആ ബെനഫിഷ്യറീസ് പാർട്ടി അല്ല എങ്കിൽ കൂടി ബീയിങ് ബെനഫിഷ്യറി അവർക്കാണ് അതിൻ്റെ ഗുണം വന്നെത്തേണ്ടത് എന്നുള്ളത് കൊണ്ട് അവർക്ക് ആ കോൺട്രാക്ട്സ് സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ ട്രസ്റ്റിൻ്റെ കേസിൽ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റിന് എക്സെപ്ഷൻസ് ഉണ്ട്. ഇനി എക്സാമ്പിൾ നോക്കാം. എ അഗ്രീസ് ടു ട്രാൻസ്ഫർ സർട്ടൈൻ പ്രോപ്പർട്ടീസ് ടു സി ടു ബി ഹെൽഡ് ബൈ സി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ബി. Here B can sue the agreement even though he is a stranger. ഇവിടെ പറയുന്നത് എ കുറച്ച് പ്രോപ്പർട്ടീസ് സിക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ബിയുടെ ബെനഫിറ്റിന് വേണ്ടിയിട്ട്. സോ ഇവിടെ ബി ആണ് ബെനഫിഷ്യറി. ആക്ച്വലി അഗ്രിമെൻ്റ് ആരൊക്കെ തമ്മിലാണ്? എയും സിയുമാണ്. ദെൻ ഈ എയും സിയും തമ്മിലുള്ള അഗ്രിമെൻറ്റിൽ ബി എന്ന് പറയുന്നത് ഒരു സ്ട്രേഞ്ചറാണ്. പക്ഷേ ഇവിടെ ബിക്ക് സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം ബി ഒരു ബെനഫിഷ്യറിയാണ്. ദാറ്റ് മീൻസ് ട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് സിക്ക് എ പ്രോപ്പർട്ടീസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ ട്രസ്റ്റിൻ്റെ ബെനഫിഷ്യറി ആരാണ്? ബി ആണ്. സോ ബീം ബെനഫിഷ്യറി, ബി ക്യാൻ സ്യൂ ദ അഗ്രിമെൻറ്റ് ഈവൻ ദോ ഹി ഈസ് എ സ്ട്രേഞ്ചർ. The next one, in case of marriage settlement, partition or other family arrangements. Then ചില കേസുകളിൽ ദാറ്റ് മീൻസ് മാരേജ് സെറ്റിൽമെൻറ്റ് അതുപോലെ ഫാമിലിയുടെ പ്രോപ്പർട്ടീസിൻ്റെ പാർട്ടീഷനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റിന് എക്സെപ്ഷൻസ് വരുന്നുണ്ട്. സോ where a provision is made in a partition or family arrangement for the benefit of any member of the family, such a member may sue to enforce the agreement even though he is not a party to the agreement. സോ ഇങ്ങനെ മാരേജ് സെറ്റിൽമെൻറ്റും പാർട്ടീഷൻ ഓഫ് പ്രോപ്പർട്ടീസും ഒക്കെയുമായി ബന്ധപ്പെട്ടിട്ട് കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് അല്ലാതെ മൂന്നാമതൊരാൾക്ക് സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ അവിടെയുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് കേസിലാണ്. അതിൽ ഫസ്റ്റ് വൺ, ഖ്വാജ മുഹമ്മദ് ഖാൻ വേഴ്സസ് ഹുസൈനി ബീഗം കേസ്. ഇവിടെ എന്താണ് കേസ് എന്ന് വെച്ചാൽ ഒരു കല്യാണം, ദെൻ മാരേജുമായി ബന്ധപ്പെട്ടിട്ട് വരൻ്റെയും വധുവിൻ്റെയും അച്ഛന്മാർ തമ്മിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാണ്. കോൺട്രാക്റ്റ് ഇതാണ്, വരൻ്റെ അച്ഛന് ഒരു സ്പെസിഫിക് എമൗണ്ട് പിൻമണി ആയിട്ട് മകൾക്ക്, ദാറ്റ് മീൻസ് മരുമകൾക്ക് കൊടുക്കാം എന്നുള്ളത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാണ്. പിൻമണി എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭാര്യയുടെ ചെലവിന് വേണ്ടി കൊടുക്കുന്ന ഒരു എമൗണ്ടാണ്. സോ ഇവിടെ വരൻ്റെയും വധുവിൻ്റെയും അച്ഛന്മാർ തമ്മിലാണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത്.
കോൺട്രാക്റ്റ് പ്രകാരം വരൻ്റെ അച്ഛൻ ഒരു സ്പെസിഫിക് എമൗണ്ട് പിൻമണിയായിട്ട് അവരുടെ ഡോട്ടർ ഇൻ ലോ മരുമകൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ദെൻ ആ എമൗണ്ടിൽ ഒരു സ്പെസിഫിക് എമൗണ്ട് കൊടുത്തു, കുറച്ച് ബാലൻസ് വന്നു. ആ ബാലൻസ് പിന്നീട് ഈ വരൻ്റെ അച്ഛൻ, ദാറ്റ് മീൻസ് മകളുടെ ഫാദർ ഇൻ ലോ കൊടുത്തില്ല. അങ്ങനെ വന്നപ്പോൾ ഈ ഡോട്ടർ ഇൻ ലോ കേസ് കൊടുത്തു. അവിടെ വിധി വന്നത് ഇതാണ്: ഡോട്ടർ ഇൻ ലോ സ്ട്രേഞ്ചർ ആണെങ്കിലും ആക്ച്വലി കോൺട്രാക്റ്റ് ആരൊക്കെ തമ്മിലാണ്? വധുവിൻ്റെയും വരൻ്റെയും അച്ഛന്മാർ തമ്മിലാണ്. സോ ആ കോൺട്രാക്റ്റിൽ ഡോട്ടർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രേഞ്ചറാണ്. പക്ഷേ ഇവിടെ ഡോട്ടർ ഇൻ ലോ സ്ട്രേഞ്ചർ ആണെങ്കിൽ കൂടി അവർക്ക് സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. സോ മാരേജ് സെറ്റിൽമെൻറ്റുമായി ബന്ധപ്പെട്ട് അവിടെ മരുമകൾക്ക്, ദാറ്റ് മീൻസ് ഒരു സ്ട്രേഞ്ചറിന് എന്തിനുള്ള റൈറ്റ് വന്നു? സ്യൂ ചെയ്യാനുള്ള റൈറ്റ് വന്നു, എൻഫോഴ്സ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ വേറൊരു കേസാണ് ഷുപ്പു അമ്മാൾ വേഴ്സസ് സുബ്രഹ്മണ്യൻ കേസ്. ഇവിടെ പറയുന്നത് ഫാമിലി പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സോ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അവിടെ ഒരു അമ്മയുണ്ട്, 2 ആൺമക്കളും ഉണ്ട്. സോ ഈ ആൺമക്കൾ തമ്മിൽ ഒരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യാണ്. ഇവർ 2 പേരും ഈക്വലി ഒരു സ്പെസിഫിക് എമൗണ്ട് അവരുടെ ഏജ്ഡ് മദറിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവർ അങ്ങനെ ഒരു അഗ്രിമെൻ്റ് എൻ്റർ ചെയ്തെങ്കിലും പിന്നീട് അവർ കൊടുത്തില്ല. സോ ഇവിടെ മദർ കേസ് കൊടുത്തു. സോ ഇവിടെ മദറിന് സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നു. കാരണം ദാറ്റ് മീൻസ് ഇവിടെ ഈവൻ മദർ സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് ആണെങ്കിൽ കൂടി അവർക്ക് സ്യൂ ചെയ്യാൻ കഴിയും. കാരണം പാർട്ടീഷനുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ തേർഡ് പാർട്ടിക്ക് സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ള പ്രൊവിഷൻ ഉണ്ട്. സോ ആ 2 കേസുകളാണ് ഇവിടെ പറയുന്നത്. മാരേജ് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ഫാമിലി അറേഞ്ച്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ അത്തരം കോൺട്രാക്റ്റിൽ സ്ട്രേഞ്ചർക്ക് സ്യൂ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. The next one, acknowledgement of payment, where the promisor acknowledges payment to a third party either by conduct or otherwise the latter can sue. അതായത് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരാൾ മറ്റൊരാൾ കൊടുക്കാനുള്ള എമൗണ്ടുമായി ബന്ധപ്പെട്ടിട്ട് ഒരാൾ തരാം അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ എന്തെങ്കിലും തരാനുള്ള ബാധ്യത കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അക്നോളജ്മെൻറ്റ് നടന്നിട്ടുണ്ട്. സോ അത്തരം കേസിൽ ഈവൻ തേർഡ് പാർട്ടിക്കും സ്യൂ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. എക്സാമ്പിൾ നോക്കി ഒന്നുകൂടെ ക്ലിയർ ആവും. A gives ₹25,000 to be given to X. എക്സിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എ ഒരു 25,000 രൂപ പിക്ക് കൊടുത്തു. Then P informs X that he is holding it on behalf of X. എന്നിട്ട് പി എക്സിനോട് പറഞ്ഞു, ഇതെൻ്റെ കയ്യിലുണ്ട്, ആ പൈസ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരാമെന്ന് പറഞ്ഞു. ബട്ട് സബ്സിക്വൻ്റ്ലി റിഫ്യൂസസ് ടു പേ എക്സ്. പക്ഷേ എന്ത് ചെയ്തു? എക്സിന് കൊടുത്തില്ല. പി ആണ് കൊടുക്കേണ്ടത്, പി കൊടുത്തില്ല. ഹിയർ എക്സ് ക്യാൻ സ്യൂ ആൻഡ് എൻഫോഴ്സ് ഹിസ് ക്ലെയിം. ഇവിടെ എക്സിന് സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, ഈവൻ ഹീസ് എ സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട്. ആക്ച്വലി കോൺട്രാക്റ്റ് ആരൊക്കെ തമ്മിലാണ്? എയും പി ആണ്. എ ആണ് 25,000 രൂപ പിക്ക് കൊടുത്തുള്ളത്, എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എക്സിന് കൊടുക്കണം എന്നുള്ളത്. ദെൻ അത് എക്സിന് പിന്നെ പി കൊടുത്തില്ല. സോ ഇവിടെ എക്സിന് സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, ഈവൻ ഹീസ് എ സ്ട്രേഞ്ചർ. ഓക്കെ, സോ അക്നോളജ്മെൻറ്റ് ഓഫ് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടും പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റിന് എക്സെപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. The next one, in case of agency, a contract entered into an agent acting within the scope of his authority can be enforced by the principal. സോ ഒരു ഏജൻ്റ് ഒരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്താൽ ആ ഏജൻറ്റിൻ്റെ കെയർ ഓഫ്, മീൻസ് ഏജൻറ്റ് ആരെയാണോ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് ആ പ്രിൻസിപ്പലിന് ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ എ അയാളുടെ ഒരു ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തു. മിസ്റ്റർ എ ആണ് പ്രിൻസിപ്പൽ, അയാളുടെ ഏജൻറ്റ് സപ്പോസ് സെഡ് ആണ് വിചാരിക്കാം. സോ സെഡ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു. ദെൻ ആ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ എക്ക് സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം എൻ്റെ ഏജൻ്റാണ് സെഡ്. സോ എക്ക് വേണ്ടിയിട്ടാണ് സെഡ് ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളത്. സോ ഏജൻസി കോൺട്രാക്റ്റിൻ്റെ കേസിലും പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റിന് എക്സെപ്ഷൻ ഉണ്ട്. Then in case of assignment of rights under a contract, the assignee can enforce the contract for various benefits that would accrue to him on account of assignment. അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട റൈറ്റ് മറ്റൊരാൾക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ആർക്കാണോ അസൈൻ ചെയ്തിട്ടുള്ളത് അവരെയാണ് നമ്മൾ അസൈനി എന്ന് പറയുന്നത്. സോ ആ അസൈനിക്ക് ഈവൻ ഹീസ് എ സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് ക്യാൻ സ്യൂ എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, കോൺട്രാക്ട്സ് വിത്തൗട്ട് കൺസിഡറേഷൻ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷനുള്ള
എക്സെപ്ഷൻസ് ആണ്. പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റിനുള്ള എക്സെപ്ഷൻസ്. പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എന്താന്ന് പറഞ്ഞു, ദെൻ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് പറഞ്ഞു, പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റിനുള്ള എക്സെപ്ഷൻസ് പറഞ്ഞു. ഇനി അടുത്തത് പറയുന്നത് കോൺട്രാക്ട്സ് വിത്തൗട്ട് കൺസിഡറേഷൻ. നമുക്കറിയാം ജനറൽ റൂൾ എന്താണ്, നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ്. അതായത് കോൺട്രാക്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ് കൺസിഡറേഷൻ. സോ കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ കോൺട്രാക്റ്റ് ഇല്ല എന്നുള്ളതാണ് ജനറൽ റൂൾ. According to section 25, an agreement made without consideration is null and void. So agreement without consideration എന്ന് പറഞ്ഞാൽ null ആണ്, void ആണ്. മീൻസ് സീറോ വാല്യൂ ആണ്, അത് വാലിഡ് അല്ല എന്നുള്ളത് മനസ്സിലാക്കാം. ദെൻ ജനറൽ റൂൾ ആണ് കോൺട്രാക്ട്സ് വിത്തൗട്ട് കൺസിഡറേഷൻ. കോൺട്രാക്ട്സിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അത് കോൺട്രാക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല എന്ന് പറയും. പക്ഷേ അവിടെയും കുറച്ച് എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. ചില കേസുകളിൽ കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിലും കോൺട്രാക്റ്റ് വാലിഡായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അത്തരം കേസുകളാണ് ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ, നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ, കോമ്പൻസേഷൻ ഫോർ വോളണ്ടറി സർവീസസ് റെൻഡേർഡ്, ടൈം ബാർഡ് ഡെപ്റ്റ്, കംപ്ലീറ്റഡ് ഗിഫ്റ്റ്, കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി ആൻഡ് റെമിഷൻ. ഞാൻ ഇവിടെ ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. An agreement, though made without consideration, will be valid if it is in writing and registered and is made on account of natural love and affection between parties standing in a near relation to each other. അതായത് ലവ് ആൻഡ് അഫെക്ഷൻ്റെ പേരിൽ രണ്ട് പാർട്ടീസ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്താൽ അവിടെ കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിലും ആ കോൺട്രാക്റ്റ് വാലിഡാണ്. പക്ഷേ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ആ കോൺട്രാക്റ്റ് റിട്ടേൺ ആവണം, രജിസ്റ്റേർഡ് ആവണം. സോ അങ്ങനെ റിട്ടേൺ ആൻഡ് രജിസ്റ്റേർഡ് കോൺട്രാക്റ്റിൽ ബിറ്റ്വീൻ ദ റിലേറ്റീവ് പാർട്ടീസ്, ദാറ്റ് മീൻസ് എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻസ് ഉള്ള പാർട്ടീസിന് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ്റെ പേരിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം, ഈവൺ കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിലും. സോ അവിടെ കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിലും ആ കോൺട്രാക്റ്റ് വാലിഡായിട്ട് കൺസിഡർ ചെയ്യും. കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, ആ കോൺട്രാക്റ്റ് റിട്ടേൺ ആൻഡ് രജിസ്റ്റേർഡ് ആവണം എന്നുള്ളതാണ്. Then ഒരു എക്സാമ്പിൾ, A out of love and affection promises to give his son B ₹51,000. മിസ്റ്റർ എ അയാളുടെ മകൻക്ക് 51,000 രൂപ കൊടുക്കാൻ വെറുതെ കൊടുക്കുകയാണ്. ഹി ഗോട്ട് ദിസ് പ്രോമിസ് രജിസ്റ്റേർഡ്. കൊടുക്കാം എന്നുള്ള പ്രോമിസ് മകന് രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. ദിസ് ഈസ് എ വാലിഡ് കോൺട്രാക്ട് ഡെസ്പൈറ്റ് നോ കൺസിഡറേഷൻ ഫ്രം ബി. ഇവിടെ എ 51,000 രൂപ മകൻ ബിക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ എ കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ടെങ്കിലും ബി പകരം ഒന്നും അങ്ങോട്ട് കൊടുക്കുന്നില്ല. സോ അവിടെ ഒരു കൺസിഡറേഷൻ ബി കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും അത് വാലിഡാണ്. കാരണം എ അവരുടെ മകൻക്ക് ലവ് ആൻഡ് അഫെക്ഷൻ്റെ പേരിലാണ് ആ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞത്. പോരാത്തതിന് ആ പ്രോമിസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സോ ഇത്തരം കേസിൽ ആ കോൺട്രാക്റ്റ് വാലിഡായിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, കോമ്പൻസേഷൻ ഫോർ വോളണ്ടറി സർവീസസ് റെൻഡേർഡ്. An agreement made without consideration will be valid if it is a promise to compensate wholly or in a part a person who has already voluntarily done something for the promiser or something which the promiser was legally compelled to do. അതായത് ഒരു പാർട്ടിക്ക് അവർ ചെയ്ത എന്തെങ്കിലും ആക്ടിവിറ്റി, ദാറ്റ് മീൻസ് വളണ്ടറിലി വേണം വെച്ചിട്ടല്ലാതെ എന്തെങ്കിലും വളണ്ടറി ആയിട്ട് ചെയ്ത കാര്യത്തിന് വേണ്ടി മറ്റൊരു പാർട്ടി എന്തെങ്കിലും കോമ്പൻസേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമൗണ്ട് റിവാർഡോ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വാലിഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. എ ഫൈൻഡ് ബീസ് ലോസ്റ്റ് പേഴ്സ് ആൻഡ് ഗീവ്സ് ഇറ്റ് ടു ഹിം. മിസ്റ്റർ എ ബീൻ്റെ നഷ്ടപ്പെട്ട പേഴ്സ് എക്ക് കിട്ടി. എ അതെന്ത് ചെയ്തു? ബിക്ക് കൊണ്ടുപോയി കൊടുത്തു. ദെൻ കൊടുത്തതിന് ശേഷം ബി പ്രോമിസസ് ടു പേ ഹിം ₹500. അപ്പോൾ ബിക്ക് അയാളുടെ കളഞ്ഞു പോയ പേഴ്സ് കിട്ടിയ സന്തോഷത്തിൽ ബി പറഞ്ഞു, ഞാൻ 500 രൂപ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. ഇവിടെ ബി 500 രൂപ തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്തിൻ്റെ ബേസിലാണ്? എ ചെയ്ത വളണ്ടറി ആക്ടിൻ്റെ ബേസിലാണ്. ദിസ് ഈസ് എ വാലിഡ് കോൺട്രാക്ട് ഡെസ്പൈറ്റ് നോ ഫോർമൽ കൺസിഡറേഷൻ ഫ്രം എ. ഇവിടെ ബി വെച്ച പ്രോമിസ്, ബി 500 രൂപ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിന് പകരമായിട്ടാണ്? മിസ്റ്റർ എ കൊടുത്ത നഷ്ടപ്പെട്ട പേഴ്സ് തിരിച്ചു കൊടുത്തതിനാണ്. സോ അവിടെ ആക്ച്വലി ആ എ ചെയ്ത വളണ്ടറി ആക്ട് ഒരു കൺസിഡറേഷനായിട്ട്
കൺസിഡർ ചെയ്യാൻ കഴിയില്ല. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കൺസിഡറേഷൻ ഡസ് നോട്ട് ഇൻക്ലൂഡ് വളണ്ടറി ആക്ട്സ് എന്നുള്ളത്. സോ എ ചെയ്ത വളണ്ടറി ആക്ട് കൺസിഡറേഷൻ അല്ല, പക്ഷേ ബി കൊടുക്കുന്ന 500 രൂപ കൺസിഡറേഷനാണ്. സോ അവിടെ ഫോർമൽ കൺസിഡറേഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ബി 500 രൂപ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോമിസ് വാലിഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. സോ അവിടെയും എന്ത് വേണമെന്നില്ല, ഈവൻ നോ കൺസിഡറേഷൻ, കോൺട്രാക്റ്റ് ഈസ് വാലിഡ്. Then time barred debt. A promise to pay a time barred debt is also enforceable. ടൈം ബാർ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ടൈം കഴിഞ്ഞിട്ടും തിരിച്ച് കിട്ടാത്ത കടം, ദെൻ ആ സ്പെസിഫിക് ടൈമിൻ്റെ ഉള്ളിൽ ലീഗലി അത് കിട്ടാനുള്ള ഒരു ആക്ഷൻസും നടത്തിയിട്ടുണ്ടാവില്ല. സപ്പോസ് എനിക്കൊരാൾ 10,000 രൂപ തരാനുണ്ട്. ആ 10,000 രൂപ തരാനുള്ള ആൾ ആ പറഞ്ഞ സമയത്ത് അത് എനിക്ക് തന്നിട്ടില്ല. ദെൻ എന്നിട്ടും ഒരു സ്പെസിഫിക് ടൈം, ദാറ്റ് മീൻസ് ഇന്ത്യയിൽ 3 വർഷമാണ് ടൈം ബാർഡ് ഡെപ്റ്റിന് കണക്കാക്കുന്ന സമയം. സോ 3 വർഷത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു ലീഗൽ ആക്ഷനും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്തരം ഡെപ്റ്റിനെയാണ് ടൈം ബാർഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. സോ 3 വർഷത്തിനുള്ളിൽ തിരിച്ച് കിട്ടാത്ത, ദെൻ തിരിച്ച് കിട്ടാൻ ലീഗലി ആക്ഷൻസ് എടുക്കാത്ത ഡെപ്റ്റിനെയാണ് ടൈം ബാർഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അങ്ങനെ ടൈം ബാർ ഡെപ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോമിസസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം പ്രോമിസുകൾ എൻഫോഴ്സബിൾ ആണ് എന്നാണ് പറയുന്നത്. ബട്ട് ദ പ്രോമിസ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് ആൻഡ് ബി സൈൻഡ് ബൈ ദ പ്രോമിസർ ഓർ ഹിസ് ഏജൻറ്റ് ഓതറൈസർ ഇൻ ദാറ്റ് ബിഹാഫ്. ഇവിടെയും പറയുന്ന കണ്ടീഷൻ എന്താണ്, ആ പ്രോമിസ് വാലിഡ് ആണ്, പക്ഷേ പ്രോമിസ് റിട്ടേൺ ആൻഡ് രജിസ്റ്റേർഡ് ആവണം എന്നുള്ളതാണ് പറയുന്നത്. Example, A owes ₹5,000 to B, which has become time barred due to limitation. A promised to pay ₹100 to B after 3 months. This is a perfectly valid contract despite no consideration from B. അതായത് മിസ്റ്റർ എ 5,000 രൂപ ബിക്ക് കൊടുക്കാനുണ്ട്. ഓക്കെ, ദെൻ ആ കൊടുക്കാനുള്ള എമൗണ്ട് 5,000 രൂപ കൊടുക്കാനുള്ള ഇതുവരെ കൊടുത്തിട്ടില്ല. അത് ടൈം ബാർഡായി ഡ്യൂ ടു ലിമിറ്റേഷൻ. ഡ്യൂ ടു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ 3 വർഷം എന്നുള്ള ലിമിറ്റിന് ഉള്ളിൽ കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് അത് ടൈം ബാർഡായത്. സോ പിന്നീട് എ പറയുകയാണ് ആ ടൈം ബാർഡ് 5,000 രൂപ കൊടുക്കാനുള്ളേക്ക് 1,000 രൂപ ഞാൻ 3 മാസം കഴിഞ്ഞാൽ തരാമെന്ന് പറയാം. ഇവിടെ എ വെക്കുന്ന പ്രോമിസ് വാലിഡ് ആണ്, ഈവൻ ബി തിരിച്ചൊന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും. സോ അവിടെ ആക്ച്വലി ഒരു ഫോർമൽ കൺസിഡറേഷൻ വരുന്നില്ല, കാരണം ഇത് മുമ്പുള്ള ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട്, മീൻസ് ടൈം ബാർ ഡെപ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കേസാണ്. സോ എങ്കിൽ കൂടി ടൈം ബാർ ഡെപ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രോമിസ് കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ കൂടി അത് വാലിഡായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, കംപ്ലീറ്റഡ് ഗിഫ്റ്റ്. Explanation 1 to section 25 provides that the rule no consideration, no contract shall not affect validity of any gift actually made between the donor and donee. നമുക്കറിയാം ഡൊണേഷൻസുമായി ബന്ധപ്പെട്ട് ഉള്ള പാർട്ടീസാണ് ഡോണറും ഡോണിയും. സോ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈവൻ കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിലും ഡോണർ ആൻഡ് ഡോണി ഉള്ള കോൺട്രാക്റ്റ് വാലിഡ് ആണ്. അത് പറയുന്ന സെക്ഷൻ എക്സ്പ്ലനേഷൻ 1 to section 25. സെക്ഷൻ 25 ഫസ്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സ് റൺസ് എ NGO. വൈ പ്രോമിസസ് ടു ഡൊണേറ്റ് ₹51,000 ടു NGO ഓഫ് എക്സ്. ദിസ് ഈസ് പെർഫെക്റ്റ്ലി എ വാലിഡ് കോൺട്രാക്ട്. അതായത് എക്സ് ഒരു NGO നടത്തുന്നുണ്ട്. ആ NGOക്ക് വേണ്ടിയിട്ട് വൈ 51,000 രൂപ കൊടുക്കാൻ ഡൊണേഷൻ കൊടുക്കാൻ പ്രോമിസ് ചെയ്തു. ഇവിടെ വൈ 51,000 രൂപ കൊടുക്കുന്നതിന് എക്സ് പകരമായിട്ടൊന്നും കൊടുക്കുന്നില്ല. സോ ഈവൻ അവിടെ അങ്ങനെ ഒരു കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ കൂടി ഈ കോൺട്രാക്റ്റ് വാലിഡ് ആണ്. സോ ഡോണർ ആൻഡ് ഡോണി പാർട്ടീസിൽ കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിലും കോൺട്രാക്റ്റ് വാലിഡായിട്ട് കൺസിഡർ ചെയ്യാം. Then contract of agency. Section 185 says that no consideration is needed to create an agency. ഏജൻസി ക്രിയേറ്റ് ചെയ്യാൻ കൺസിഡറേഷൻ്റെ ആവശ്യമില്ല എന്നുള്ളത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 185 പറയുന്നുണ്ട്. When a person is appointed agent, his appointment is valid even if there is no consideration for appointing him as agent. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അയാളുടെ ഏജൻ്റായി അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ കൂടി ആ ഏജൻറ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് വാലിഡായിട്ട് കൺസിഡർ ചെയ്യാം. അത് അത്തരം കോൺട്രാക്റ്റിനെ ഏജൻസി കോൺട്രാക്റ്റ് എന്ന് പറയും.
സോ ഏജൻസി കോൺട്രാക്റ്റ് കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിലും വാലിഡ് ആണ് എന്നുള്ളത് സെക്ഷൻ 185 പറയുന്നുണ്ട്. The fact that the principal has agreed to be represented by agent is a sufficient detriment to the principal to support the contract of agency. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രിൻസിപ്പലിനെ റെപ്രസെൻ്റ് ചെയ്യാൻ മറ്റൊരാൾ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ പ്രിൻസിപ്പലിന് ഒരു കൺസിഡറേഷനാണ് അല്ലെങ്കിൽ ഡിട്രിമെൻ്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ പറഞ്ഞു വന്നത് പ്രിൻസിപ്പൽ ഒരു ഏജൻറ്റിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിലും അത് വാലിഡ് ആണ്. ദെൻ ലാസ്റ്റ് വൺ, റെമിഷൻ. No consideration is required for compromising due debt and agreement to receive less than what is due. This is called remission in the law. അതായത് കിട്ടാനുള്ള എമൗണ്ടിൽ എന്തെങ്കിലും തരത്തിൽ കോംപ്രമൈസ് നടത്തുന്ന കോൺട്രാക്റ്റുകളാണെങ്കിൽ അവിടെ എന്ത് വേണമെന്നില്ല, കൺസിഡറേഷൻ വേണമെന്നില്ല. സോ ഡ്യൂ ഡെറ്റ് കോംപ്രമൈസിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രാക്റ്റിൽ കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിലും അത് വാലിഡാണ്. ഇങ്ങനെ ഡ്യൂ ഡെപ്റ്റ് കോംപ്രമൈസിങ്ങിനെയാണ് നമ്മൾ റെമിഷൻ എന്ന് പറയുന്നത്. ലീഗലി വിളിക്കുന്ന പേരാണ് റെമിഷൻ. ദാറ്റ് മീൻസ് അത് റെമിഷൻ എന്നുള്ള വേർഡ് മീനിങ് ക്യാൻസലേഷൻ എന്നുള്ളതാണ്. സോ കിട്ടാനുള്ള എമൗണ്ട് വേണ്ട എന്ന് വെക്കുകയോ അല്ലെങ്കിൽ കുറച്ച് തരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് റെമിഷൻ എന്ന് പറയാം. സോ അത്തരം റെമിഷൻ്റെ കേസിലും കൺസിഡറേഷൻ വേണമെന്നില്ല, കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിലും റെമിഷൻ വാലിഡ് ആണ് എന്നുള്ളതാണ് പറയും. അപ്പോൾ ഇത്രയാണ് നോ കൺസിഡറേഷൻ, നോ കോൺട്രാക്റ്റ് എന്നുള്ള ജനറൽ റൂളിനുള്ള എക്സെപ്ഷൻസ്. ഓക്കെ, താങ്ക് യു.